ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള തഫ്ഹീമുൽ ഖിറാഅ എന്ന ക്ലാസ് ടെസ്റ്റിൻ്റെ ഒരു എക്സാമിൻ്റെ മോഡൽ പേപ്പറാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തഫ്ഹീമുൽ ഖിറാഅ ഇത് 50 മാർക്കിനൊക്കെ ഉള്ളതാണ്. ഇസ്മ എന്ന സ്ഥലത്ത് പേര് എഴുതണം, റഖം എന്നുള്ളത് ആ സ്ഥലത്ത് അവരുടെ നമ്പർ എഴുതണം. 1. യോജിച്ച പേര് പറയുക. ഇതിൻ്റെ യോജിച്ച പേര് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് എനിക്കുള്ളതായ പേരാണ് എന്ന് വ്യക്തമായിട്ട് പറയാം. ഇത് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ? കാണുന്നുണ്ടോ? ശരിയാണ്, സമർ. ഇത് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഭാവി വരുന്നതായ പാഠത്തിൽ, ബദർ. ഇതോ തംർ അല്ലേ? ഇത് ഉസ്താദ് ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. 2. ചിത്രങ്ങളുടെ പേര് പറയുക. ഇതിൻ്റെ പേര് നമ്മൾ പറയണം. എവിടെയും എഴുതിയിട്ടില്ല, കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ പറയണം. ഇതെന്താണ്? തീൻ. ഇതോ ലുഅ്ലുഅ്. ഇതോ ബാബ്. ശരിയല്ലേ? തീൻ, ലുഅ്ലുഅ്, ബാബ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 3-ാമത്തേത് നോക്കൂ നിങ്ങൾ. ഇവിടെ കാണുന്ന അക്ഷരം എല്ലാ കുട്ടികൾക്കും അറിയാം, സായ് എന്നുള്ള അക്ഷരം. സായിന് മുകളിൽ വട്ടം വരക്കുക. ഇവിടെ സായ് എന്നുള്ള അക്ഷരം എവിടെയാണുള്ളത്? ഇത് മീമാണ്. ഇതാണ് സായ്. ഈ സായ് എന്നുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വട്ടം വരക്കണം. കുത്തുബ് എന്നതിൽ സാവുണ്ടോ? ഇല്ല. സൗബുൻ എന്നതിൽ ഇതാണ് സായ്. സുബുലൻ എന്നതിൽ സാവുണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും അക്ഷരത്തിനേക്ക് വട്ടം വരച്ചാൽ മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിച്ച് വേണം വട്ടം വരക്കേണ്ടത്. അപ്പോൾ ഏത് അക്ഷരമാണ് എന്ന് ഇവിടെ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ചുവന്ന അക്ഷരം ശ്രദ്ധിക്കുകയും പദത്തിലുള്ള ഓരോ അക്ഷരങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ഇങ്ങനെ വൃത്താകൃതിയിലുള്ളതായ രൂപം വരച്ചു കൊടുക്കേണ്ടത്. 4-ാമത്തേത് ബാ. ഇവിടെയാണ് നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. ചുവന്ന അക്ഷരം ബാ എന്നതിൻ്റെ മുകളിൽ ചതുരം വരക്കുക. ബാ എന്നുള്ളത് ഇവിടെയുണ്ടോ? ഇവിടെ താബ. ബാബുൻ. താബ എന്നതിൽ എന്തില്ല? ബാ ഉണ്ടോ? ഇല്ല. ബാബുൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എന്തുള്ളത്? ബാ ഉള്ളത്. അപ്പം ഇവിടെ നമ്മൾ എന്താക്കണം? ചതുരം എന്ന് പറഞ്ഞാൽ അല്ലേ, എങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അസാസുൻ എന്നതിൽ എന്തുണ്ട്? ബാ ഉണ്ടോ? ഇല്ല. തബാറക്ക് എന്നതിലുണ്ടോ? ബ ഇവിടെ ഉണ്ടല്ലേ. ഞാൻ മൊബൈൽ ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് എൻ്റെ ചതുരത്തിൻ്റെ രൂപം അത്ര വൃത്തി ഉണ്ടാവില്ല. ഇവിടെയാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ബാ എന്നുള്ള അക്ഷരത്തിലേക്ക് ചതുരം കൊടുക്കണം. മനസ്സിലായില്ലേ? 5-ാമത്തേത് അക്ഷരങ്ങളുടെ പേര് പറയുക. ഇതെന്താണ് അക്ഷരം? പഠിച്ച അക്ഷരമാണ്. സാ. ഇത് അലിഫ്. ഇത് ബാ. ഇതോ ഹംസ. ഇതോ താ. കുട്ടികൾ പറയുന്നുണ്ടല്ലേ, മാഷാ അല്ലാഹ്. ഇത് പേപ്പറിൻ്റെ 2-ാമത്തെ ഭാഗം. 6. നോക്കി വായിക്കുക. ഓരോ അക്ഷരങ്ങളും നമ്മൾ വൃത്തിയിൽ നോക്കി വായിക്കണം. വായിക്കൂ. ഉ, ബു, ത. ഇത് അറബി മലയാളമാണ്. പേ. ബാബിൻ. താബ. അബി. പാ. കുട്ടികളെ നേരത്തെ വായിക്കണം. ഞാൻ വായിച്ചതിന് ശേഷം വായിക്കുന്നതല്ല, മുമ്പ് തന്നെ വായിക്കണം. ഓരോന്ന് ചേർത്ത് ഇങ്ങനെ വായിച്ചു കൊടുക്കണം. പറയൂ. താ ബ ത്. തബ്ബത്. സു ബു തുൻ.
സുബൂത്തുൻ. ഈ താ ഉൻ, ഈ താവുൻ. നീട്ടേണ്ട സ്ഥലത്തൊക്കെ നീട്ടി വായിക്കണം. ഇവിടെ ബൂ, ഈ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉപ്പ്, ഉപ്പ്, ഇത് അറബി മലയാളമാണ്. ഇതൊക്കെ എഴുതിയാൽ നല്ലോണം മാർക്കുണ്ട്. ഈ ഒരു ലൈനിലുള്ളത് വായിച്ചാൽ 8 മാർക്ക് കിട്ടും. ഇതിലുള്ളത് വായിച്ചാൽ 6 മാർക്ക് മൊത്തത്തിൽ കിട്ടും. ഇതിലുള്ള ഓരോ അക്ഷരം വായിച്ചു കഴിഞ്ഞാൽ 4 മാർക്കുകളാണ് കിട്ടുക. 7ാമത്തെ നോക്കൂ, യോജിച്ചവ ചേർത്തെഴുതുക. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മോഡലായിട്ടാണ്. ഇതുപോലത്തെ മറ്റു പദങ്ങൾ വായിച്ചു ശീലിക്കേണ്ടതാണ് കുട്ടികൾ. പാഠപുസ്തകങ്ങളിലെ മറ്റുള്ളതായ പദങ്ങൾ വീട്ടിലുള്ള രക്ഷിതാക്കൾ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ചില പ്രധാനപ്പെട്ട ഒറ്റയുള്ള അക്ഷരങ്ങളും 2 അക്ഷരങ്ങൾ ചേർന്നതും 3 അക്ഷരങ്ങളും 4 അക്ഷരങ്ങൾ ചേർന്നതെല്ലാം വേറെയായിട്ടുള്ളതായ പദങ്ങൾ എഴുതി കൊടുക്കുകയും അത് വായിച്ച് ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. യോജിച്ചവ ചേർത്തെഴുതുക. ഈ താ എന്നുള്ളതായ അക്ഷരത്തിനോട് യോജിച്ച പദങ്ങൾ എവിടെയുണ്ട്? ഇവിടെയുണ്ട് അല്ലേ? താ ഉൻ, ഇവിടെ എഴുതി കൊടുക്കണം. ബാ എന്നത് വന്നതായ അക്ഷരം പദം എവിടെയുണ്ട്? ഇതിലില്ല, ഇതിലില്ല. ഇവിടെയുണ്ട്. ബാ ഉൻ, ഇവിടെ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനുള്ളതായ പേരുകളാണ്. സാ എന്നുള്ളതോ സാ ഉൻ, മനസ്സിലായില്ലേ? താ ഉൻ, ബാ ഉൻ, സാ ഉൻ. ഇത് നമ്മൾ യോജിച്ചത് ഇവിടെ എഴുതി കൊടുക്കണം. നോക്കി എഴുതുക. 8. ഇതിനെ നോക്കിയിട്ട് നമ്മളിവിടെ താഴെ നല്ല വൃത്തിയിലായി എഴുതണം. എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വാവ് എന്നുള്ള അക്ഷരം താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? മറ്റുള്ള അക്ഷരങ്ങളെക്കാൾ വാവ് എന്നുള്ള അക്ഷരം താഴെയായിരിക്കണം വരേണ്ടത്. മനസ്സിലായില്ലേ? നല്ല വൃത്തിയിലായിട്ട് സുബൂത്തുൻ, സബത, അബതി, തൊപ്പി ഇതൊക്കെ എഴുതേണ്ടതാണ്. നോക്കി എഴുതിയതിനും നല്ല മാർക്കുകൾ നൽകുന്നുണ്ട്. 9ാമത്തേത് ചേർത്തെഴുതുക. തു, ബ്, തു എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ അക്ഷരങ്ങളും വേറെ വേറെ ആയിട്ടാണ് വേർതിരിഞ്ഞിട്ടാണ് അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇതിന് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. സാബിത്തുൻ, ഇവിടെ സാബിത്തുൻ എന്നതിന് സാബിത്തുൻ എന്ന് എഴുതണം. തു, ബ്, തു എന്നതിന് തുബ്തു എന്ന് എഴുതണം. ഇതിൽ നമ്മുടെ ചേർത്ത് എഴുതേണ്ടതാണ്. മനസ്സിലായില്ല കുട്ടികൾക്ക്? അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.